നാട്ടുവഴികളിലെ ഈ കുളമ്പടി ശബ്ദം പുതുതലമുറയ്ക്ക് അന്യമായിരിക്കാം. എന്നാൽ പഴമക്കാരുടെ ഓർമ്മകളിൽ കാലങ്ങൾ പിന്നിലേക്കെത്തും. ആരെയും ആകർഷിക്കുന്ന വലിയ കൊമ്പുകളുള്ള സുന്ദരനായ ഈ കാളക്കുട്ടൻ്റെ പേര് മാണിക്കൻ. ആരുടെയെങ്കിലും തീന്മേശയിൽ എത്തേണ്ടിയിരുന്ന ഇവൻ്റെ ജീവിതം മാറിമറിഞ്ഞത് പത്തനംതിട്ട തട്ടയിലെ നന്ദന ഫാം ഉടമ ചിക്കു നന്ദനയുടെ ഇടപെടലിലാണ്. ഇത് കാങ്കയം ഇനത്തിൽപ്പെട്ട കാളയാണ്. ഇയാളെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതാണ്. ഇയാളെ ശരിക്കും ഒരു അറവുശാലയിൽ അറവിന് വേണ്ടി കൊണ്ടുപോയതാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ വൈകിയാണെങ്കിൽ ആൾ ഡെഡായി പോയേനെ, അവർ കൊന്നേനെ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ചോദിക്കുന്ന വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു. മരണമുഖത്തു നിന്ന് രക്ഷപ്പെട്ടവൻ ഇന്ന് നന്ദന ഫാമിലെ രാജകുമാരനാണ്. ഫാമിൽ നല്ല പരിചരണവും പരിശീലനവുമൊക്കെ മാണിക്കിന് നൽകുന്നുണ്ട്. പണ്ട് പഴയ 4 കെട്ട് വീടാണ്. പണ്ട് മുതലേ കാളയും കാളവണ്ടിയൊക്കെ ഉള്ള വീടാണ്. അപ്പം പണ്ട് മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കിവിടെ കുതിരയും കുതിരവണ്ടിയൊക്കെ ഉണ്ട്. അപ്പം പരിപാലനമൊക്കെ പണ്ടത്തെ പോലെ തന്നെ പുളിയേരി, അതേപോലെ തന്നെ തവിട്, ധാന്യപ്പൊടി, അങ്ങനെയുള്ള പല ഫുഡുകൾ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3 നേരം കൊടുക്കും. എല്ലാ ദിവസവും 2 മുട്ട വീതവും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവർ അറക്കാൻ കൊണ്ടുകൊടുത്ത് നേട്ടം പിടിച്ചു കൊണ്ടുവന്നായതുകൊണ്ടും പിന്നെ അറക്കാൻ നേരത്ത് കയ്യും കാലും കെട്ടി വാലി വലിച്ചാണ് ഇവർ തറയിൽ വീത്തിയിടുന്നത്. അങ്ങനെ വീത്തിയിട്ടെടുത്തുനിന്ന് കൊടുക്കുന്നതുകൊണ്ട് മൂപ്പരാൾക്ക് ആ ഒരു പേടിയുള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാലി ഇങ്ങനെ തൊട്ട് കൊടുത്ത ആൾ ഓടും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ തല്ലേണ്ട ആവശ്യമില്ല. പിന്നെ തല്ലേണ്ട ഒരു സാഹചര്യം ഇന്നവരെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. പിന്നെ പല ആൾക്കാരും പല രീതിക്കും കമൻറ്റ് ഇടുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ ഒരു സംഭവം ഉള്ളത്. കാരണം നമ്മളിവിടെ കൊടുന്ന് ഇപ്പോൾ ഒരു പാത്രത്തിൽ ഇരുന്ന ഒരാളുടെ ഭക്ഷണം ആവേണ്ട സാധനത്തിൽ നമ്മളിവിടെ കൊടുന്ന് അതിനെ നോക്കി ഉണ്ടാക്കുകയാണ്. സാധാരണ എല്ലാവരും പറയുന്നതും വിചാരിക്കുന്നതും നമ്മളിവിടെ കൊടുന്ന് ഉപദ്രവിക്കുക എന്നാണ്. മാണിക്കൻ മാത്രമല്ല, നന്ദന ഫാമിൽ വിവിധ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള കുതിരകളും ഒട്ടകവും കാളവണ്ടികളുമൊക്കെയുണ്ട്. വിവിധ ആഘോഷങ്ങൾക്ക് ഇവിടുത്തെ മൃഗങ്ങളെ അതിഥികളായി എത്തിക്കാറുണ്ട്. അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന കുട്ടികൾക്ക് കാളവണ്ടി യാത്രയ്ക്കൊപ്പം കുതിരസവാരി പഠിക്കാനുള്ള സൗകര്യവും ഒരുക്കുന്നു. ക്യാമറമാൻ രതീഷ് മടമ്പിശ്ശേലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.